ഹായ്, വെൽക്കം ടു മല്ലൂസ് കാർസ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 5 7 സീറ്ററുകളാണ്. ലോ ബഡ്ജറ്റിൽ വരുന്ന 5 7 സീറ്ററുകളാണ്. 2015 മോഡൽ VDI എർട്ടിക വരുന്നുണ്ട്, 2016 മോഡൽ ഡെറ്റ്സൺ ഗോ പ്ലസ് വരുന്നുണ്ട്, 2012 മോഡൽ എർട്ടിക VDI വരുന്നുണ്ട്, റെനോൾട്ടിൻ്റെ ടൈബർ 2019 മോഡൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2007 മോഡൽ ഇന്നോവ വരുന്നുണ്ട്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിലയും ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട്, നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2014 ഡെലിവറിയും 15 രജിസ്ട്രേഷനുള്ള എർട്ടിക്കയാണ്. ഈ വാഹനം വരുന്നത് 2015 രജിസ്ട്രേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ VDI ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. മിഡിൽ ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാനുവലാണ് ഗിയർ വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് വരുന്നത് 2ാമത്തെ ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 1,30,000 കിലോമീറ്ററാണ്. ജെനുവിനാണ്, ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം. യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. വില ഉദ്ദേശിക്കുന്നത് 5,10,000 രൂപ തന്നെ. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. നല്ല സീറ്റ് കവറുകളെല്ലാം ചെയ്തിട്ടുള്ള 2015 രജിസ്ട്രേഷനുള്ള എർട്ടിക്കയാണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നല്ല മൈലേജൊക്കെ ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. വില ഉദ്ദേശിക്കുന്നത് 5,10,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് ഡാറ്റ്സന്റെ ഗോ പ്ലസ് ആണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ 2016 രജിസ്ട്രേഷനാണ് ഈ വാഹനം. ഈ വാഹനം 7 സീറ്റാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് T ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് 78,000 കിലോമീറ്റർ ആണ്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നും ഈ വാഹനത്തിലില്ല. അതുപോലെ തന്നെ ഫുൾ കമ്പനി സർവീസിലാണ്. സെക്കൻഡ് കീ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് പുതിയ ഇൻഷുറൻസും ഈ വാഹനത്തിൽ എടുത്തിട്ടുണ്ട്. പെട്രോൾ മാനുവലാണ് ഓപ്ഷൻ വരുന്നത്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് വെറും 2,75,000 രൂപയാണ്. അത് ചെറുതോ നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഫിനാൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2016 മോഡൽ ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ് വരുന്നത്. 7 സീറ്റാണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. വെറും 78,000 കിലോമീറ്ററാണ് ഈ വാഹനം സഞ്ചരിച്ചത്. ഫുൾ കമ്പനി സർവീസിലാണ്. യാതൊരു റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത വാഹനമാണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 2,75,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2007 മോഡൽ ഇന്നോവയാണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ തന്നെ ഈ വാഹനം 2007 രജിസ്ട്രേഷനാണ്. ഈ വാഹനം റീരജിസ്റ്റേർഡ് വാഹനമാണ്. കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ തന്നെ 2027 വരെ പേപ്പറും ഈ വാഹനത്തിലുണ്ട്. റിന്യൂഡ് പേപ്പറും ഈ വാഹനത്തിലുണ്ട്. പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അലോയ് വീലുകൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഓണർഷിപ്പ് വരുന്നത് 2ാമത്തെ ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 2,30,000 കിലോമീറ്ററാണ്. അപ്പോൾ തന്നെ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ്. വില ഉദ്ദേശിക്കുന്നത് 3,39,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. നല്ല സീറ്റ് കവറുകൾ എല്ലാം ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി വരുന്ന ഇന്നോവയാണ്. 2007 മോഡലാണ്. 2027 റിന്യൂഡ് പേപ്പറും ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 3,39,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2019 ഡെലിവറിയും 20 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടൈബറാണ്. റെനോൾട്ടിൻ്റെ ടൈബറാണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ RXL വേരിയൻറ്റിലാണ് ഈ വാഹനം വരുന്നത്. മാനുവലാണ് ഓപ്ഷൻ വരുന്നത്. ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത്. ഇപ്പോൾ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് ഈ വാഹനവും. ഈ വാഹനം സഞ്ചരിച്ചത് 50,000 കിലോമീറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ ഫുൾ കമ്പനി സർവീസിലാണ്. യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല. ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് 4,50,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്, ഫൈനാൻസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2020 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടൈബറാണ്. റെനോൾട്ടിൻ്റെ ടൈബറാണ്. RXL മാനുവലാണ് ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ആർഷോൺഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. വെറും 50,000 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 4,50,000 രൂപയാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. അടുത്ത വാഹനം വരുന്നത് 2012 മോഡൽ എർട്ടിക്കയാണ്. ഈ വാഹനം വരുന്നത് 2012 രജിസ്ട്രേഷനാണ്. എർട്ടിക്ക VDI ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ വരുന്നത് മാനുവലാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് 1,40,000 കിലോമീറ്ററാണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിന് നല്ല സീറ്റ് കവറുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല പക്ക ക്വാളിറ്റി വരുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 3,90,000 രൂപയാണ്. ചെറുതോ നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഫിനാൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. വില ഉദ്ദേശിക്കുന്നത് 3,90,000 രൂപയാണ്.